14 അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. We'll read from Gospel of John chapter 14 verse 1. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവരോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. അവിടം വരെ മതി. Let not your heart be troubled. You believe in God and believe also in me. In my Father's house are many mansions. If it were not so, I would have told you. I go to prepare a place for you. And if I go and prepare a place for you, I will come again and receive you to myself, that where I am, there you may also be. And where I go, you know, and the way you know. Thomas said to him, Lord, we do not know where you are going, and how can we know the way? യോഹന്നാൻ 14-ന്റെ 1-ാമത്തെ വാക്യമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി പരിശുദ്ധാത്മാവ് നൽകി തന്നിരിക്കുന്നത്. John chapter 14 verse 1 is what the Spirit has given us for meditation today. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. Let not your hearts be troubled. Believe in God and believe also in me. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ തിരുവചന ഭാഗം ഉദ്ധരിക്കുന്നത് തൻ്റെ ശുശ്രൂഷയുടെ ഏതാണ്ട് അവസാന ഭാഗത്താണ്. Our Lord Jesus, when he came to the end of his ministry, that's when he is speaking these words. വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു മൂമെന്റിലാണ് കർത്താവ് ഈ ശബ്ദം തൻ്റെ ശിഷ്യന്മാർക്ക് പങ്കുവയ്ക്കുന്നത്. And in one of the most intimate moments, God is speaking these words to his disciples. അതിൽ തിയോളജിക്കൽ ടേമിൽ ഫെയർവെൽ ഡിസ്കോഴ്സ് എന്നാണ് ആ അധ്യായങ്ങളെയെല്ലാം പരാമർശിക്കുന്നത്. In theological terms, it is also mentioned as a farewell discourse by Jesus. വളരെ പ്രധാനപ്പെട്ട ആധികാരികമായ ആലോചനകൾ ശിഷ്യന്മാരുമായി പങ്കുവയ്ക്കുന്നതായ സന്ദർഭം. It is a time of very authoritative messages and teachings to the disciples. യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് മുൻപായി ശിഷ്യന്മാരുമായി പങ്കുവയ്ക്കുന്ന അവസാനത്തെ വാക്കുകളാണ് ഈ അധ്യായത്തിൽ വിശേഷാൽ പരാമർശിച്ചിരിക്കുന്നത്. Just before the crucifixion of Jesus, these were the words shared with the disciples by Jesus. നമ്മുടെ കർത്താവിൻ്റെ അവർ മഹാപുരോഹിതന്മാരും അതിനോട് ചേർന്നുള്ളവരും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് തൊട്ട് മുൻപ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപുള്ളതായ ഒരു സംസാരമാണിത്. It is a conversation hours before the high priest and the rulers were coming to arrest Jesus. ആ സന്ദർഭത്തിൽ 3.5 വർഷക്കാലം കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാര്, എല്ലാറ്റിലും അവനെ അനുഗമിച്ചിരുന്ന ശിഷ്യന്മാർ കൂടുതൽ കൺഫ്യൂസ് ആകുന്നതായി, അതുമാത്രമല്ല അവർ വളരെ വല്ലാതെ കലങ്ങുന്ന ഒരു അനുഭവത്തിലേക്ക് അവർ വരുവാനിടയായി. On that occasion, the disciples who walked with Jesus for around 3.5 years were in a bit of confusion and distress. നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ പിന്നാലെ അവർ അനുഗമിക്കുവാൻ തുടങ്ങിയ ആദ്യ നിമിഷം മുതൽ അവരുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. We know that from the time disciples started following Jesus, all their things Jesus took care of. അപ്പോൾ ഈ ഒരു ഫൈനൽ മൂമെന്റ്, അതിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ ആ മൂമെന്റ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചോ അതിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യവും ശിഷ്യന്മാർക്ക് ഗ്രഹിച്ചെടുക്കുവാൻ കഴിയാതിരുന്ന ഒരു സന്ദർഭം കൂടിയാണത്. But it was an occasion where the disciples were not able to understand the final moment and the fulfillment of it. കർത്താവ് അതിന് മുൻപുള്ളതായ അധ്യായത്തിൽ ശിഷ്യന്മാരോട് പരാമർശിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. In the previous chapters also Jesus is sharing some things with the disciples. 13:21 കർത്താവ് അവരോട് പറയുന്നു, ഇത് പറഞ്ഞിട്ട് യേശുവിൻ്റെ ഉള്ളം കലങ്ങി, നിങ്ങൾ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ച പറഞ്ഞു. In chapter 13 verse 21 Jesus said these things, he was troubled in spirit and testified and said, most assuredly I say to you, one of you will betray me. നോക്കണം, ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഒരിക്കലും കർത്താവ് പറഞ്ഞിട്ടില്ലാത്ത വാക്ക് പറയുന്നത്. നിങ്ങളിൽ എൻ്റെ മുൻപിലിരിക്കുന്നവരിൽ ഒരാൾ നിങ്ങൾ എന്നെ തള്ളിപ്പറയുമെന്ന്. We need to understand that Jesus is saying these words when all the disciples were present, that one of you will betray me. അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരാൻ കഴിയുകയില്ല എന്ന്.
In chapter 13, verse 33, Jesus is saying, "Where I am going, you cannot come." 13:38 പത്രോസിനോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന്. In verse 13, Jesus is telling disciple, "You will deny me 3 times." അപ്പോൾ ഈ വാക്കുകളെല്ലാം വളരെ 1 by 1 ആയിട്ട് കർത്താവ് പറയുമ്പോൾ ഇതുവരെയും വളരെ കംഫർട്ടായി കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ ഉള്ളം വല്ലാതെ കലങ്ങുവാനും വലിയ ആശയ സംഘർഷത്തിൽ അവർ വീഴുവാനും ഇടയായി. These words, when Jesus was saying, the disciples who were having a very comfortable time up till now were in a distress and confusion. ക്രൂശീകരണവും അനന്തര സംഭവങ്ങളും കർത്താവ് ഏറ്റെടുക്കേണ്ടതായ ആ സഫറിങ്ങിൻ്റെ ഡെപ്ത് അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ഈ പറഞ്ഞ 2-3 കാര്യങ്ങൾ അവരുടെ ഹൃദയത്തെ വല്ലാതെ ഉലയ്ക്കുന്നതായിരുന്നു. The crucifixion and the sufferings, the depth of it, the disciples were never able to understand. But these words they were not able to accept. അവർ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് ഒരുമിച്ച് നടക്കുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഒരാൾ എന്നെ തള്ളിപ്പറയും, ഒരുപാട് പേരില്ല, വലിയ ഒരു ക്രൗഡില്ല, വളരെ എണ്ണപ്പെട്ടതായ 12 പേരേ കൂടെയുള്ളൂ, അവരിൽ ഒരാൾ അവനെ തള്ളിപ്പറയാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകാവുന്ന ആ കൺഫ്യൂഷൻ എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. We need to understand that it was a very intimate occasion when Jesus says, "One of you will betray me," so we can see how much it will cause confusion in their hearts. അത് മാത്രമല്ല, എല്ലായിടത്തും ഒരുപോലെ കൂട്ടത്തിൽ കൊണ്ടു നടന്നതായ ശിഷ്യന്മാരെ ഒട്ടും അകറ്റി നിർത്താതെ ചേർത്ത് നിർത്തിയതായ കർത്താവ് ഞാൻ പോവുകയാണെന്നും ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരാൻ കഴിയുകയില്ലെന്നും പറയുമ്പോൾ അതെത്രമാത്രം വലിയ സങ്കടമാണ് അവരിൽ ഉണ്ടാക്കുന്നത് എന്നും നമുക്ക് ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. And this Jesus who took the disciples everywhere and allowed them to follow him is saying, now the place where I am going you cannot come. So we must understand how much pain it might have cost them. മറ്റൊന്ന്, പത്രോസിനോട് പേഴ്സണലായി കർത്താവ് പറയുന്നു, ആ സ്നേഹം അഭക്ഷൻ അവൻ വെളിപ്പെടുത്തി സംസാരിക്കുമ്പോൾ നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന് പറയുന്ന വാക്കും എത്രമാത്രം അവൻ്റെ ഹൃദയത്തെ ഉലച്ചു കാണും എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. And also in the end, when Peter is expressing his love, Jesus is saying to him, "You will deny me 3 times." So we can understand how much pain it might have caused in his heart. ഈ വാക്കുകൾ മൊത്തത്തിൽ അവരുടെ മനസ്സിനെ ടോട്ടലി കൊളാപ്സ് ആക്കുന്ന, അവരിതുവരെയും അവർക്ക് കർത്താവിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതായ ദൈവികാലോചനകൾ, ദൈവികമായ പഠിപ്പിക്കലുകളൊക്കെ എല്ലാം അവരുടെ മനസ്സിൽ നിന്നും പറന്നു പോകുന്നത് പോലെ, മറ്റൊരു തലത്തിലേക്ക് അവരുടെ മനസ്സ് വഴുതി വീഴുന്നത് പോലെ ഉള്ള സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. These words really collapsed their hearts, and whatever they had received thus far from Jesus, they were getting to forget it and turning into a different direction. അത് മാത്രമല്ല, വലിയ രീതിയിലുള്ളതായ ഭയം, അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം അവരുടെ മുൻപിൽ ഉയർന്നു വന്നു. And not just that, a great fear and an uncertainty came upon them. എന്നാൽ ഈ സിറ്റുവേഷനിൽ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് വളരെ ക്യുക്കായിട്ട് അടുത്തൊരു സ്റ്റാൻഡ് പിടിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരെ ആശ്വസിപ്പിക്കുകയാണ്. But as we move forward in the next words, Jesus is taking another stand and trying to comfort them. ഇവിടെ കർത്താവ് പറയുന്നു, അവൻ്റെ ഈ യാത്ര പറച്ചിൽ, ഈ വിട പറയുന്നതായ ഈ അനുഭവങ്ങൾ അത് ടോട്ടലി അവരെ ഒറ്റപ്പെടുത്തി ഉപേക്ഷിക്കുവാൻ വേണ്ടിയുള്ളതായിട്ടല്ല, പിന്നെയോ അവർക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, അവരെക്കുറിച്ച് വലിയ കരുതലുണ്ട് എന്നുള്ളതായ ഒരു സന്ദേശം കൂടി ചേർത്ത് കർത്താവ് പറയുന്നു. Here Jesus is sending a message that this farewell is not to let them be alone, but to prepare a place for them and to bring them with him. നോക്കണം, എല്ലായ്പ്പോഴും ദൈവിക സന്ദേശങ്ങൾ നാം കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. പലപ്പോഴും നാം സാഹചര്യങ്ങൾ വെച്ച്, നമ്മുടെ മുൻപിലുള്ളതായ സർക്കംസ്റ്റൻസസ് വെച്ചുകൊണ്ട് നാം സാഹചര്യങ്ങളെ വിലയിരുത്തുകയും കാണുകയും ചെയ്യും. എന്നാൽ നാം ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളത് ഇന്ന് പകൽക്കാലം ഈ ആശയം നമ്മുടെ ഹൃദയത്തിനകത്ത് നാം സ്വീകരിക്കണം. Many times when we listen to the word of God, we cannot understand the depth of it because we are assessing it with our current situation. But what the Lord wants is more than what we can imagine. That's what the Spirit is saying. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. എന്നാൽ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. Our God is someone who is working for us, but he does not do according to our circumstances. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിങ്ങളുടെ മേൽനോട്ടം ഏറ്റെടുക്കുമെന്നും ഞാൻ ചെയ്തതിനേക്കാളും
ഞാൻ ചെയ്യിപ്പിച്ചിട്ടുള്ളതിനേക്കാൾ, നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ളതിനേക്കാൾ കാര്യങ്ങൾ അവൻ നിങ്ങളിലൂടെ ചെയ്യുമെന്നുള്ള വലിയൊരു ഉറപ്പ് കൂടി കർത്താവ് അതിനോട് ചേർന്ന് കൊടുക്കുന്നു. Jesus also gives a great promise that Holy Spirit, the counselor, will come to you and oversee you and strengthen you all throughout. അപ്പോൾ ഓർക്കണം, വല്ലാതെ കലങ്ങി ഭാരപ്പെട്ടിരിക്കുന്നതായ ശിഷ്യന്മാരുടെ മനസ്സിന് കർത്താവ് കൊടുക്കുന്ന ഒരു സന്ദേശമെന്ന് പറയുന്നത്, നിങ്ങൾ അനുഭവിക്കേണ്ടുന്ന, ഇപ്പോൾ ഈ കലങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടുന്നതായ സമാധാനം, അതിപ്പോൾ ഉള്ളതായ സർക്കംസ്റ്റൻസസിൻ്റെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, പിന്നെയോ ഞാൻ തരുന്ന സമാധാനം, ഇറ്റ് ഈസ് എറ്റേണൽ ആൻഡ് ഇറ്റ് ഈസ് എവർലാസ്റ്റിംഗ്. What Jesus is trying to tell is the troubled hearts of the disciples, they are seeing it in the situation they are in right now, but the peace and the strength which Jesus gives is beyond that, and it is eternal. ഈ അധ്യായം മുഴുവനായി നാം വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കർത്താവിന് തൻ്റെ മക്കളോടുള്ളതായ അവരുടെ കലങ്ങിയിരിക്കുന്നതായ മനസ്സിനോടും അവരുടെ ജീവിത സാഹചര്യത്തോടും ഒരു കെയറിംഗ് ഷെപ്പേർഡിന്റെ നേച്ചറിൽ അവൻ സംസാരിക്കുന്നതായി കാണാൻ കഴിയുന്നു. When we read these passages, we can understand that Jesus towards his children is like a caring shepherd to them. നമുക്കറിയാം, ആങ്ഷ്യസ് ആയിരിക്കുന്ന, വല്ലാതെ ചിന്താകുലത്തിൽ കലങ്ങി മറിഞ്ഞു നിൽക്കുന്നതായ ഹൃദയത്തിൻ്റെ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് ഒരു നല്ല ഇടയനെ പോലെ അവരോട് സംവദിക്കുന്നു. He is like a good shepherd who is understanding the anxious and the troubled hearts of the people. ഇവിടെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. Here he is saying, let your hearts not be troubled. വളരെ വറീസമായിട്ടുള്ളതായ, ട്രബിൾഡ് ആയിട്ടുള്ള, ചിന്താകുലങ്ങളാൽ കലങ്ങി മറിയുന്നതായ ഹൃദയത്തിൻ്റെ അവസ്ഥയെ മറ്റാർക്കും ദർശിപ്പാൻ കഴിയില്ല, കർത്താവിന് മാത്രമേ ദർശിക്കുവാൻ കഴിയുകയുള്ളൂ. The hearts which are troubled and anxious and very dismayed, no one else can understand, only Jesus can understand that. ട്രബിൾഡ് എന്നുള്ളതായ ഗ്രീക്ക് വാക്ക് ട്രാസോ എന്നുള്ളതായ വാക്കാണ് അവിടെ പറയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ അജിറ്റേറ്റഡ് ഓർ ഡിസ്റ്റർബ്ഡ്, എപ്പോഴും ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുന്നതായ, സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാത്തതായ, വേദനയുളവാക്കുന്നതായ, എപ്പോഴും മനുഷ്യനെ നിവർത്തി നിർത്തുവാൻ കഴിയാത്ത രീതിയിൽ ബലഹീനപ്പെടുത്തുന്നതായ ഒരനുഭവമാണ് ട്രബിൾഡ് ഹാർട്ട്, അല്ലെങ്കിൽ കലങ്ങിയിരിക്കുന്ന ഹൃദയത്തിൻ്റെ യഥാർത്ഥമായ അവസ്ഥ. The Greek word treso, which is for the word troubled, means agitated and something which is like not able to find comfort and putting the man weak and putting him down. നാം ഓർക്കണം, നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നല്ല പറയുന്നത്. We need to understand the Lord is not someone who is saying that you won't have trouble in your life. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് വേദപുസ്തകത്തിൽ ഒരിടത്തും അങ്ങനെ ഒരു പഠിപ്പിക്കലില്ല. And nowhere in the Bible it is a teaching that you won't have trouble in your lives. പക്ഷേ കർത്താവ് പറയുന്നു, you must not focus on your problem, rather you have to focus on your God. But Jesus is saying you must not focus on your problem, but rather you have to focus on your God. നമ്മൾ പ്രശ്നത്തിൽ അകപ്പെടുമ്പോൾ ആ പ്രശ്നങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ഡെപ്തും ഗ്രാവിറ്റിയും മനസ്സിലാക്കി ആവലാതിപ്പെടുകയല്ല, മറിച്ച് സകലത്തെയും സൃഷ്ടിച്ച് ഭരിക്കുന്ന സർവശക്തനായ ദൈവത്തിങ്കലേക്ക് നോക്കണമെന്നാണ് കർത്താവ് അവരോട് പറയുന്നത്. When we are in a trouble, we are in problems, we try to understand and assess the problem, but Jesus is saying to focus on him. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം അനുഭവിക്കുവാൻ കഴിയുന്നത് നമ്മുടെ ട്രബിൾഡ് ആയിട്ടുള്ള, കലങ്ങിയിരിക്കുന്നതായ ഹൃദയത്തെ നാം ദൈവസന്നിധിയിലേക്ക് പകരുമ്പോഴാണ്, നമ്മിൽ നിന്നും അത് ദൈവത്തിങ്കലേക്ക് നാം ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ആ യഥാർത്ഥമായ ഡിവൈൻ പീസ്, എറ്റേണൽ പീസ് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അനുഭവമാക്കുവാൻ കഴിയുന്നത്. We will be only able to accept or experience that divine peace when we surrender our troubled hearts and our troubled minds into the presence, into the hands of the Lord. ഇവിടെ കർത്താവ് പറയുന്നു, എന്നിൽ വിശ്വസിക്കുവീൻ, അതുപോലെ എന്ത് വേണം, പിതാവിലും വിശ്വസിക്കുക. Here Jesus is saying, believe in me and also believe in God. അത് മാത്രമല്ല പ്രിയമുള്ളവരെ, വിശ്വസിക്കുക എന്നുള്ളത് കർത്താവ് വളരെ ഇവിടെ എംഫസൈസ് ചെയ്യുന്നതായി കാണുവാൻ കഴിയുന്നു. And not just that, Jesus is emphasizing the word believe. ഇവിടെ വിശ്വാസം എന്നത് കൊണ്ട്
ഭയമില്ല, അല്ലെങ്കിൽ ഭയത്തിൻ്റെ അനുഭവങ്ങൾ, കലങ്ങിമറിയുന്നതായ ജീവിത സാഹചര്യങ്ങളിൽ നാം എത്തുന്നില്ല, അതിലൂടെ കടന്നു പോകുന്നില്ല എന്നുള്ളതല്ല. മറിച്ച് ആ ഉയർന്നു വരുന്നതായ വെല്ലുവിളികളെ റിഫ്യൂസ് ചെയ്തുകൊണ്ട് ദൈവത്തിൽ ഉറച്ചുകൊണ്ട് നിൽക്കുന്നതായ ആത്മികമായ ആ വ്യക്തമായ നിലപാടാണ് ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. Here the belief or faith does not mean that we are away or we have been rescued from troubles, but it is that assurance that we will get out of this and stand in the Lord. നോക്കണം, നമ്മുടെ സാഹചര്യങ്ങൾ കലങ്ങി മറിയുന്ന സാഹചര്യങ്ങളായിരിക്കാം, നമുക്ക് താങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള സാഹചര്യമായിരിക്കില്ല, നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കാം, നമ്മെ ബലഹീനപ്പെടുത്തുന്ന ചുറ്റുപാടുകളായിരിക്കാം. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ ശക്തമായി ദൈവത്തിൽ വിശ്വസിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. But we may know that our situations might be very difficult, trouble, and not allowing sleep into our eyes. But even in that situation, we should be strongly believing in our God. നാം വിശ്വസിക്കേണ്ടത് നമ്മുടെ മുൻപിലുള്ള സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, നമ്മുടെ മുൻപിൽ കാണുന്നതായ പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷനെ കണ്ടുകൊണ്ടല്ല. എത്ര നെഗറ്റീവായിരുന്നാലും നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള ധൈര്യം, പ്രത്യാശ, പ്രതീക്ഷ നമുക്കുണ്ടായിരിക്കണം. We should not believe because of the situation in front of us or the positiveness in the situation, but we need to understand the one who called us is faithful, and that's why we should believe in him. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ നാം ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖി വരെ നാം വായിക്കുമ്പോൾ അനേകം ഉദാഹരണങ്ങൾ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് കഴിയും. My dear ones, if we read the Bible from Genesis to Malachi, we can see many examples. ഭാരപ്പെട്ട് കലങ്ങി മറിയുന്നതായ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തിൽ ബലപ്പെടാൻ ആഹ്വാനം ചെയ്യുന്ന അനേക സന്ദേശങ്ങൾ ഈ ഭാഗങ്ങളിലുണ്ട്. We can see many messages which is strengthening the people who are burdened and troubled in their lives. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് ഒരു മനുഷ്യന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതായിരുന്നില്ല. When Abraham believed in the Lord God, it was not able, people's understanding cannot imagine or describe it. ഒരു മനുഷ്യന് നിർവചിച്ചെടുക്കുവാൻ കഴിയുന്നതിലും അധികമായിട്ടുള്ള ആഴത്തിലുള്ളതായ വിശ്വാസമാണ് അബ്രഹാം പ്രകടിപ്പിക്കുന്നത്. Beyond man's understanding is what the faith Abraham showed in God. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് ഐസക്കിനെ യാഗം കഴിക്കുവാനായിട്ട് കർത്താവ് പറയുന്ന ഭാഗം. In Genesis chapter 22 we know it is the passage about Isaac's sacrifice. That's what God is asking Abraham. ഒരു സാധ്യതയുമില്ലാത്ത സ്ഥാനത്താണ് തനിക്ക് ഒരു തലമുറയെ കർത്താവ് നൽകുന്നത്. We know that when there was no possibility that God provided him a son. എന്നാൽ ആ തലമുറയെ യാഗം കഴിക്കുക, യാഗത്തിനായി അർപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ദൈവശബ്ദമാണെങ്കിൽ പോലും അത് ഏറ്റെടുക്കാൻ അല്പം പ്രയാസമുള്ള കാര്യമാണ്. But even though when God said to commit him as a sacrifice, even though it is the word of God, it is still hard to accept. നിശ്ചയമായും ആ ആലോചന അവന്റെ ഹൃദയത്തെ വല്ലാതെ കലക്കി മറിച്ചു കാണും. Surely that message would have really troubled him. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം, അബ്രഹാമിന് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എങ്ങനെയാണെന്ന് അറിയാമോ? തൻ്റെ മകനെ യാഗം കഴിച്ചാലും അതിനെ ജീവിപ്പിച്ചെഴുന്നേൽപ്പാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവമെന്നുള്ള ഉറപ്പും വിശ്വാസവുമാണ്. But what we need to understand that Abraham's knowledge about God is, even though he has to kill and sacrifice his son, God is someone who will raise him up. അവനെ ദൈവം തിരിച്ചു വിളിച്ചാലും മടക്കി നൽകാൻ കഴിയുന്നവനാണ് എൻ്റെ ദൈവം എന്നുള്ളതായ ധൈര്യമാണ്. Abraham knew and was strengthened in the words that even though God has called him, he will return it to him. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം നാം വായിക്കുമ്പോൾ അബ്രഹാം വിശ്വാസിക്കുന്നത് എങ്ങനെയാണ്, ദൈവത്തിലുള്ള തൻ്റെ വിശ്വാസത്തിൻ്റെ ആ ഒരു ഓർഡർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പൗലോസ് അവിടെ എഴുതിയിരിക്കുന്നു. In Romans chapter 4, how Abraham believed and the order of his faith has been described by Paul. അവിടെ പൗലോസ് അബ്രഹാമിനെ കുറിച്ച് ഉദ്ധരിക്കുന്നത് മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു എന്നാണ്. There we can read that Abraham's belief was such as someone who will make people rise from the dead and call something out of nothingness. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഐസക്കിനെ തനിക്ക് ലഭിക്കുന്നതിന് മുൻപും അബ്രഹാമിൻ്റെ ഉള്ളിൽ കയറിയ വിശ്വാസം എന്ന് പറയുന്നത് അത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിപ്പിക്കുന്ന ഒരു ദൈവം, മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ദൈവം എന്നുള്ള വിശ്വാസമാണ് തൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്. So we need to understand that even before Abraham received Isaac,
Abraham knew this God can bring the people from the dead and call something out of nothing. എബ്രായ ലേഖനം 11 അധ്യായം 17 മുതൽ 19 വരെ നാം വായിക്കുമ്പോൾ ആ ഭാഗം ഞാൻ വായിക്കാം. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. In Hebrews chapter 11 verse 17 it says, by faith Abraham, when he was tested, offered up Isaac, and he who had received the promises offered up his only begotten son, of whom it was said, Isaac your seed shall be called, concluding that God was able to raise him up even from the dead, from which he also received him in a figurative sense. നോക്കണം, ഇത്ര വളരെ ക്ലാരിറ്റിയിലുള്ളതായ ഒരു വിശ്വാസം അബ്രഹാമിനെ ഭരിച്ചിരുന്നു. We need to understand the faith of Abraham was very clear in the Lord. അവിടെ ദൈവത്തിന്റെ വലിയ പ്രവർത്തികളെ ദൈവം വെളിപ്പെടുത്തുന്നു. And there God is showing his great deeds in his life. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയത്തെ നാം വിശ്വസിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. Our belief or faith should be believing in the heart of the Lord. അവന്റെ കരത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയാതിരിക്കുമ്പോഴും അവന്റെ ഹൃദയത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. Even when we are not able to see the hand of God, we need to understand the heart of God. ഒന്നുകൂടെ പറയട്ടെ, നമുക്ക് അവന്റെ കരം വിസിബിളായി കാണാൻ കഴിയാതിരിക്കുമ്പോഴും പോസിറ്റീവായി യാതൊന്നും മുൻപിൽ കാണാൻ കഴിയാതിരിക്കുമ്പോഴും അവന് നമ്മെക്കുറിച്ചുള്ളതായ അവൻ്റെ ഹൃദയത്തിലെ ചിന്തകളും മനോഭാവത്തെയും മനസ്സിലാക്കിക്കൊണ്ട് അവനോട് ചേർന്ന് നിൽക്കണം. Once more we should say that even though we cannot see the hand of God or the work of God in our lives, we need to understand the heart and the thoughts of God he has towards us. നാം അപ്രകാരം വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഹൃദയത്തെ നാം വിശ്വസിക്കുമ്പോൾ, ഒന്നും വിസിബിളായി കാണാനില്ലാത്തപ്പോഴും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് ഉറച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ, ആ ശക്തമായ സ്പിരിച്വൽ നിലപാടിൽ നിന്നുകൊണ്ട് പോകാൻ കഴിയുമ്പോൾ അവൻ്റെ വലിയ കരം നമ്മുടെ മുൻപിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. When we believe in this manner, that whenever we don't see the hand of God or the work of God, but if we understand and take a strong stand, the God who called me is faithful and just to take me through these problems. നമുക്കറിയാം മോശയുടെ ജീവിതാനുഭവം. We know that Moses' experience. ചെങ്കടലിന്റെ മുൻപിൽ മനം പതറി നിൽക്കുകയാണ് മോശ. Moses is troubled before the Red Sea. പുറപ്പാട് പുസ്തകം 14 അത് വിവരിക്കുന്നുണ്ട്. In Exodus chapter 14 it has been described. ഫറവോന്റെ സൈന്യം വളരെ ക്ലോസ് ആയിട്ട് അവരോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. Pharaoh's armies have come very close to the people now. കൂടെയുള്ളതായ ഇസ്രായേൽ ജനം മുഴുവനും വളരെ പാനിക്കായി അവർ ഭയപ്പെട്ടു നിൽക്കുകയാണ്. And the Israelites who are with him are in a great panic and trouble. എന്നാൽ ദൈവം നൽകിയ ആലോചനയുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് മോശെ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന രക്ഷ കണ്ടുകൊള്ളുക. And that's when Moses says this, the promise he received from God. He's telling the people, do not fear and see the salvation of God he is going to do in our midst. നമ്മുടെ ദൈവം നമ്മുടെ ട്രബിൾസിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. Our God is someone who will come down in the midst of our troubles. നമ്മുടെ ഹൃദയം കലങ്ങി മറിയുമ്പോൾ, ഭാരപ്പെടുമ്പോൾ, വഴികൾ അടഞ്ഞു എന്ന് തോന്നുമ്പോൾ, ഇനി മുൻപോട്ട് ഒരു സ്റ്റെപ്പും വയ്ക്കാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മെ കരം പിടിച്ച് മുൻപോട്ട് നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. In our troubled situations and our problems, he is someone who will come down for us, take our hand and lead us forward. നോക്കണം, മോശയിലൂടെ ഈ ആലോചന ദൈവം നമുക്ക് വരുത്തുവാൻ പോകുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവീൻ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും കാണാനില്ല, ലിറ്ററലി. And when God is telling Moses that he is going to show his deliverance, there is nothing to see there. ഇനി മുൻപോട്ട് വഴിയില്ല എന്ന് പറയുന്നതായ അതേ ചെങ്കടലിന്റെ തിരമാലകൾ മാത്രമേ അവർക്ക് കാണാൻ കഴിയുന്നുള്ളൂ. All they can see is no way ahead but the waves of the Red Sea against them. അവരോട് അടുത്തുകൊണ്ടിരിക്കുന്നതായ ഫറോയുടെ ശക്തമായ സൈന്യത്തെ അവർ കാണാൻ കഴിയുന്നുള്ളൂ. And they can see the armies of Pharaoh which are coming close to them. മൊത്തത്തിൽ പ്രതികൂല സാഹചര്യങ്ങളാണുള്ളത്. It is a trouble all round situation. പക്ഷേ ദൈവത്തിന്റെ ശബ്ദം മോശയിലൂടെ ലഭിച്ചു. ദൈവം രക്ഷ വരുത്തുവാൻ പോവുകയാണ്. But they received the voice of God through Moses that he is bringing his deliverance. ഇന്ന് പകൽക്കാലം
പകൽക്കാലം ഈ ആലോചന ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവപൈതലെ, നിന്റെ ജീവിത സാഹചര്യത്തെ നോക്കിക്കൊണ്ട് ഈ ദൈവിക സന്ദേശത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് എന്താണ് നീ വിശ്വസിക്കാൻ പോകുന്നത്, എന്താണ് നിന്റെ വായിലൂടെ പുറപ്പെടുന്ന സ്റ്റേറ്റ്മെന്റ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു. Today the Spirit is saying, looking at your situations and problems, what are you going to proclaim against it from the word of God? നോക്കണം, നമ്മുടെ കലങ്ങിമറിയുന്ന ജീവിത സാഹചര്യത്തിൻ്റെ നടുവിൽ ഉള്ളം നൊന്ത് ഭാരപ്പെട്ട് നാം മുൻപോട്ട് പോകുമ്പോൾ ഓർക്കണം, ദൈവത്തിൻ്റെ വാക്കുകളെ മാത്രം മുറുകെ പിടിക്കുക. In our situations where our hearts are troubled and pained as we go forward, there is only one thing we can stand strong is in the word of God. നാം അപ്രകാരം ദൈവത്തിന്റെ വാക്കുകളെ മുറുകെ പിടിക്കുമ്പോൾ അവിടെ വലിയ ട്രാൻസ്ഫോർമേഷൻ നടക്കുക മാത്രമല്ല, നമ്മുടെ മുൻപിൽ ഇന്ന് നമ്മെ പാനിക്കാക്കി ഭയപ്പെടുത്തി നിൽക്കുന്ന എല്ലാ ട്രയംഫും, എല്ലാ ടെററുകളും, എല്ലാ ഭയാനകമായ കാര്യങ്ങളും വിജയത്തിന്റെ വഴികളായി മാറുന്നത് കാണാൻ കഴിയും. When we hold strong in the word of God, not just there is a transformation, but also all the panic and terrors which are surrounding us today, we will get a victory over that. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇതൊരു നോർമലായ ദൈവ പ്രസംഗമാണെന്ന് നിങ്ങൾ ആരും കാണരുത്. When we hear this message, let us not take it as a normal message today. നമ്മുടെ ചുറ്റുപാടുകളെ നന്നായി വിവേചിച്ചുകൊണ്ടാണ് ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ ഇടപെടുന്നത്. The Spirit is discerning our surrounding situations and dealing with us today. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന നിങ്ങളുടെ മാനസിക അവസ്ഥകളെ പരിശുദ്ധാത്മാവ് അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. The Spirit is absorbing the mental tensions and problems you are going through today and dealing with you. നിങ്ങളുടെ മനസ്സ് പടഞ്ഞ് വികസിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. Your mind should be earning for the Lord. നിങ്ങൾ ചിന്തിക്കുന്നത് ഒരുപക്ഷെ ഇന്നത്തെ ചെറിയ ചെറിയ നിങ്ങളുടെ മുൻപിലുള്ളതായ കാര്യങ്ങളും പ്രതിസന്ധികളും മാത്രമായിരിക്കും. You might be just thinking about the small things which are around you today. എന്നാൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ളതായ, നമ്മെക്കുറിച്ചുള്ള വളരെ ലോങ് ടേം പ്ലാനുകൾ ഉണ്ടെന്നുള്ളത് നാം വിശ്വസിക്കണം, മനസ്സിലാക്കണം. But we need to believe and understand that our God has very long term plans for us. ഇവിടെ ദൈവജനത്തിനു വേണ്ടി അവരുടെ വലിയ കലങ്ങിമറിയുന്ന പ്രക്ഷുബ്ധമായ ജീവിത സാഹചര്യത്തിൽ അസാധാരണമായ ചില പ്രവൃത്തി ദൈവം ചെയ്യുകയാണ്. Here for the Lord's people in their troubled and there are hopeless situations, God is doing that great deliverance for them. 27-ാം സങ്കീർത്തനത്തിൽ നാം വരുമ്പോൾ ദാവീദിന്റെ ജീവിതാനുഭവം അവിടെ വിവരിച്ചിട്ടുണ്ട്. In Psalms 27, David's experience has been described. അദ്ദേഹം വളരെ ശക്തമായ 4 ചുറ്റും ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട ഒരു വിധത്തിലും സ്വസ്ഥത ലഭിക്കാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. He was going in a situation where he was surrounded by his enemies and there was no escape. അവിടെ ദാവീദ് പറയുന്നു, Lord is my light and my salvation, whom shall I fear? That's where David says, the Lord is my light and my salvation, whom shall I fear? യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാണ്, ഞാൻ ആരെ പേടിക്കും? Lord is my light and my salvation, whom shall I fear? ഒരു വിധത്തിലും മുന്നേറാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങളിലായിരുന്ന ദാവീദിന് ദൈവത്തിന്റെ ഫേവർ അനുഭവിക്കാനിടയായി. When David was in a situation where he could not move forward, that's when he received God's favor. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ദാവീദിന് ആ ഫേവർ അനുഭവമാക്കുവാനിടയായത്? My dear ones, why did David receive this favor? തന്റെ പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിലും ദൈവത്തിൽ താൻ ഉറച്ചു വിശ്വസിച്ചു എന്നുള്ളതാണ്. Because even in his troubled situation, he believed and held strong in the word of the Lord. തന്റെ പ്രതികൂല സാഹചര്യത്തിൽ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചു എന്നുള്ളതാണ്. In his troubles, he completely trusted in the Lord. ദാവീദിന്റെ ജീവിതം ഏറ്റവും വിജയകരമായിരുന്നു. And that's why David's life was victorious. എത്രയോ രക്തരൂക്ഷിതമായ യുദ്ധങ്ങൾക്ക് താൻ നേതൃത്വം കൊടുത്തു. So many bloody wars he had to give guidance and leadership to. എത്രയോ പ്രാവശ്യം അപായപ്പെടാമായിരുന്നു, തന്റെ ജീവൻ അപകടത്തിലാകാമായിരുന്നു. And so many times his life was under threat. പക്ഷെങ്കിൽ ദൈവത്തിന്റെ കരുതൽ ദാവീദിനോട് കൂടെയിരുന്നു. But God's protection was with David. കാരണം എന്താണ്? ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. The reason, because he completely trusted in the Lord. ഇന്ന് നാം ദൈവത്തിൽ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാം അവന്റെ മുൻപിൽ ഏൽപ്പിക്കുന്ന ഒരു സമർപ്പണത്തിലേക്ക് വരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. Today we need to completely trust in the Lord and surrender everything in the Lord. That's what the Spirit desires. യെശയ്യാ പ്രവാചകനെ കുറിച്ച് നാം നോക്കുമ്പോൾ, when we see about prophet Isaiah, അതിന്റെ 26-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ യെശയ്യാവ് ഇങ്ങനെ പറയുന്നുണ്ട്, സ്ഥിരമാനസൻ യഹോവയിൽ ആശ്രയിക്കുകൊണ്ട് യഹോവ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. In chapter 24 we read, the person whose hearts are steadfast in the Lord will protect him. നോക്കണം, സ്ഥിരതയോടുകൂടെ
യഹോവയിൽ ആശ്രയിക്കുക. Trusting in the Lord with a steadfast heart. ഉറപ്പുള്ള ഹൃദയത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിക്കുക. Trusting in the Lord with a firm heart. അപ്പോൾ ഈ സങ്കടങ്ങളും കലങ്ങിമറിയുന്ന ചിന്തകളും വഴിമാറി അവിടെ ഡിവൈൻ പീസ്, ദൈവികമായ സമാധാനം കൊണ്ട് ദൈവം അവരെ നിറയ്ക്കും. That's when all these sorrows and troubles are gone and a divine peace God fills his people with. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ ഗ്രഹിച്ചുകൊണ്ട് നമ്മോട് ഇടപെടുമ്പോൾ ആ വലിയ ദൈവിക കൃപകളെ അനുഭവിപ്പാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് ആത്മാർത്ഥമായൊരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്നൊരനുഭവത്തോടെ നമുക്ക് ഈ ശുശ്രൂഷയിലായിരിക്കാം. Today, when the Lord is understanding our heart situation and wanting to deal with us, let us prepare our hearts and start praying to the Lord for a dealing from Him. അവിടെ നിന്ന് പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ യഥാർത്ഥമായും കർത്താവ് തന്നെ സാക്ഷാൽ അനൗൺസ് ചെയ്യുകയാണ്, ബിലീവ് ഇൻ മീ ആൻഡ് ഓൾസോ ബിലീവ് ഇൻ ഗോഡ്. And when we come to the New Testament, Jesus Himself is declaring that believe in me and believe also അപ്പോൾ in the Lord. കർത്താവ് ഇതിനെ വളരെ ക്ലോസ്ലി അലൈൻ ചെയ്ത് പറയുകയാണ്, ഞാനും പിതാവും ഒന്നാണ്. ഹല്ലേലൂയ, ഞങ്ങളിലുള്ള അതോറിറ്റി സെയിം ആണ് എന്ന് കർത്താവ് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. And through this message he is reminding and closely aligning and saying that I and my Father are one and we have the same authority. അപ്പോൾ അനദർ ലെവലിലുള്ളതായ ഒരു റെവലേഷന്റെ പഠിപ്പിക്കൽ നമുക്കവിടെ കാണാൻ കഴിയും. And we can see another level of teaching through this revelation. കാരണം ഇതുവരെയും അവർ കടന്നു വന്നതും പഠിച്ചതും ചരിത്രവും ഹിസ്റ്റോറിക്കലി ഉള്ള ഫെയ്ത്ത് യഹോവയായ ദൈവത്തെക്കുറിച്ചാണ്. Because so far what they have learned and studied is the historical faith in God only. അപ്പോൾ ഈ ഫൈനൽ ഫെയർവെൽ ഡിസ്കോഴ്സിൽ കർത്താവ് പഠിപ്പിക്കുന്നു, കർത്താവ് വന്നിരിക്കുന്നതിൻ്റെ ഇൻകാർണേഷന്റെ പ്രത്യേകത അത് മാത്രമല്ല, യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും വിശ്വസിക്കുന്നതും കർത്താവിൽ വിശ്വസിക്കുന്നതും ഒന്നാണെന്നുള്ളതായ ആ അലൈൻ ചെയ്തുകൊണ്ടുള്ളതായ ഒരു പാഠം കർത്താവ് അവിടെ നൽകുന്നു. In this farewell discourse, Jesus is teaching that He and His Father are one, and that's why He's saying to believe in both as one and the same authority. നോക്കണം, അത് മാത്രമല്ല ശിഷ്യന്മാരുമായി കർത്താവ് ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ച് പടയിൽ കയറ്റി അയക്കുന്ന ഒരു സന്ദർഭമുണ്ട്. And not just that, we know an occasion where Jesus is forcing His disciples to go to the other shore. മർക്കോസ് 4-ാം അധ്യായത്തിൽ അത് കാണുവാൻ കഴിയും. We can see that in Mark chapter 4. വളരെ പാനിക്കായി എല്ലാ ആശകളും നഷ്ടപ്പെടുന്ന ഒരു സന്ദർഭം അവരുടെ മുമ്പിലുണ്ടായി. It was another situation where they are panicked and there was no hope ahead for them. നോക്കണം, ആ സന്ദർഭത്തെയാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. We need to see that situation today. ഇന്ന് പകൽക്കാലം ചില കാര്യങ്ങൾ കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Today the Lord is wanting to do some things through this നോക്കണം, service. ഇവര് കലങ്ങി ആശകളൊക്കെ നഷ്ടപ്പെട്ടു. They are troubled and there are no hope in their ഇനി lives. ജീവിക്കുമെന്നുള്ള ചിന്ത പോലും അവരുടെ മനസ്സിൽ നിന്ന് പോയി. They do not even have a thought that they will live now. പക്ഷെ ആ സമയത്ത് തങ്ങളെ ആരാണോ പറഞ്ഞയച്ചത് ആ കർത്താവ് തന്നെ രാത്രിയുടെ 4-ാം യാമത്തിൽ ആ കടലിന്റെ മീതെ നടന്ന് അവരുടെ അടുക്കൽ വരികയാണ്. But at that time, the same Jesus who forced them to go to the next shore on the 4th watch is coming over the waters for them. നിങ്ങൾ ഈ വചനഭാഗങ്ങളെ വളരെ അടുക്കോടുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. We need to learn and meditate these words closely to our hearts. അത് മാത്രമല്ല, കർത്താവ് ആ പടകിലേക്ക് കയറുകയാണ്. ഞാനാകുന്നു, നിങ്ങൾ പേടിക്കണ്ട എന്നാണ് കർത്താവ് പറയുന്നത്. And not just that, Jesus is entering that boat and saying that it is me, do not be afraid. അത് മാത്രമല്ല, കർത്താവ് ആ പടകിലേക്ക് കയറുകയാണ്. And not just that, he enters that boat. ഓർക്കേണ്ട ഒരു കാര്യം, നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത, നമ്മുടെ മുൻപിൽ ഉയർന്നു വരുന്ന കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ അതല്ല വിഷയം. നമ്മുടെ മുൻപിൽ വെളിപ്പെട്ടു വരുന്ന ദൈവ സാന്നിധ്യം അതിതിനെയെല്ലാം അടക്കുന്നതും ശാന്തമാക്കുന്നതും ക്യാൻസൽ ചെയ്യുന്നതും ശത്രുവിന്റെ വെല്ലുവിളികളെ നള്ളിഫൈ ചെയ്യുന്നതുമാണ്. We need to understand today the storm and the wind are not a concern, but it is the God's presence which comes down and quiets them before us. അപ്പോൾ കർത്താവ് വളരെ റെസ്പോൺസിബിളായി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്
തന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. Here the Lord is taking complete responsibility and coming and delivering his children. മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലെ സന്ദർഭം നമുക്കറിയാം. We know the situation about Martha and Mary's house. എന്താണ് മാർത്ത യേശുവിനോട് പറഞ്ഞത്? What did Martha tell Jesus? പറഞ്ഞത്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. She's saying to Jesus, if you had been here, my brother wouldn't have died. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. If Lord, if you would have been here, my brother would not have died. എന്നാൽ യേശു കർത്താവ് തിരിച്ചു പറഞ്ഞു, I am the resurrection and life. But that's when Jesus replies to her, I am the resurrection. അവളുടെ and life. കലങ്ങിയിരിക്കുന്നതായ വ്യാകുലപ്പെട്ടിരിക്കുന്ന ആ മനസ്സിനോട് ആ കർത്താവ് പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. To her troubled heart, Jesus is saying, I am resurrection and the life. നോക്കണം, ഇതിൽ വലിയ സന്ദേശം ആവശ്യമുണ്ടോ? Is there a big message needed here? കർത്താവ് ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. Jesus goes and rises Lazarus up from the dead. ഉള്ളം കലങ്ങിയിരിക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. In that troubled heart situation, God's work is being delivered. നമുക്കറിയാം, അപ്പോസ്തലന്മാർ വലിയ പ്രോസിക്യൂഷനിലൂടെ കടന്നുപോയ സന്ദർഭം. We know that the apostles went through great persecution. കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടതായ സന്ദർഭങ്ങൾ, They were bound in prison. അനേക ഉപദ്രവങ്ങൾ ഏൽക്കേണ്ട സന്ദർഭം. They had to go through many persecutions and threats. എന്നാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് തളർന്നവരായി, മൊത്തത്തിൽ തകർന്നവരായി, ടാസ്കുകൾ ഉപേക്ഷിച്ചു പോകുന്നവരായിട്ടാണോ നാം അവരെ കാണുന്നത്? But when we see the after effects, they were not people who were completely weakened and who ran away from their tasks. അപ്പോസ്തല പ്രവൃത്തി 5:40 മുതൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടു പോയി എന്നാണ്. We can read in Acts chapter 5 verse 40, they were overjoyed and started proceeding from the ruler's place. അപ്പോൾ അവർക്ക് അവിടെ ലഭിച്ച ആ ട്രയലും ആ കോർട്ട് പ്രൊസീഡിങ്സും അവർക്ക് ലഭിച്ച ഉപദ്രവങ്ങളും ഒക്കെ നല്ലതാണെന്നാണോ? So does that mean that the persecutions and the trial proceedings they received was good? പക്ഷേ ആ സാഹചര്യത്തിന്റെ നടുവിൽ അവർക്ക് സന്തോഷിക്കുവാനും അവരുടെ മുൻപിൽ വെച്ചിരിക്കുന്നതായ ലക്ഷ്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് അഡ്വാൻസ് ചെയ്യുവാനുമുള്ളതായ എനർജി എവിടുന്നാണ് അവർക്ക് കിട്ടിയത്? But even in those trial situations, they were able to rejoice and focus on the objective ahead. Where did they receive this energy ഇന്ന് from? പകൽക്കാലം ദൈവ പൈതലെ നാം മനസ്സിലാക്കണം, നാം ആരും ഒറ്റപ്പെട്ടവരല്ല. Today we need to understand we are not alone. നമ്മെ വിളിച്ച ദൈവം ഉണ്മയുള്ള ദൈവമാണ്. The God who called us is faithful. യിരെമ്യാ പ്രവാചനത്തിൽ പറയുന്നു, അവൻ നമ്മെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന്. In prophet Jeremiah it says he has called us by name. അതേ പുസ്തകത്തിൽ തന്നെ പറയുന്നു, നിങ്ങൾ എന്നെ അറിയാതിരിക്കാൻ ഞാൻ നിങ്ങളെ ഓമനപ്പേർ ചൊല്ലി In വിളിച്ചിരിക്കുകയാണ്. the same verse it says, you did not know me, but I called you by beloved my name. അപ്പോൾ നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത ഗ്രഹിച്ചുകൊണ്ട് എല്ലാ സങ്കടങ്ങളും ദൈവസന്നിധിയിലേക്ക് വെച്ചെന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് നാം തയ്യാറാകണം. Therefore let us understand the greatness of the God who called us and surrender our sorrows before him. നാം ബൈബിൾ ചരിത്രം മുഴുവനായി പഠിക്കുമ്പോൾ, When we read the Bible history, ട്രബിൾഡ് ഹാർട്ടിന് ദൈവം എങ്ങനായിരുന്നു എന്നുള്ളതാണ് നാം ഇതുവരെയും ഓരോന്നോരോന്നായിട്ട് ചിന്തിച്ചത്. we understood how God dealt with a troubled heart so far. ദൈവത്തിന്റെ ഹൃദയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. We are going to understand the heart of God and start praying. ഒന്നാമതായി ഏദൻ തോട്ടത്തിൽ പാപത്തിനടിമയായ ആദം ഈവ് ഒരുമിച്ച് അവർ പാപത്തിന് വീണ് തകർന്ന് തരിപ്പണമായിരിക്കുന്ന സന്ദർഭം. Firstly, the situation in Eden garden where Adam and Eve both fell for sin and became slaves to sin. പക്ഷേ ദൈവം അവിടെ വന്നു. But God comes there. ദൈവം ചോദിക്കുകയാണ്, ആദാമേ നീ എവിടെ? And God is asking Adam, where are you? Where are you? Where are you? ഇവിടെ തകർന്നിരിക്കുന്ന വീണുപോയിരിക്കുന്നവനെ തിരയുന്ന ദൈവത്തെ അവിടെ കാണാൻ കഴിയുന്നു. Here we can see a God who is searching for the troubled and the people who have fallen to sin. അവിടെ അനുകൂലമായ ഒരു റെസ്പോൺസ് അവരിൽ നിന്നുണ്ടായില്ല, നെഗറ്റീവ് റെസ്പോൺസ് ആണ് ഉണ്ടായത്. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് അവന്റെ ശബ്ദത്തിന്റെ മുൻപിൽ തന്റെ മക്കൾ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്യണമെന്നാണ്. But there God did not receive a positive response, but God always desires us to give a positive response to his voice. ദൈവത്തിന്റെ വചനങ്ങൾ നമ്മെ പണിയുവാൻ, നമ്മെ വളർത്തുവാൻ, വർദ്ധിപ്പിക്കുവാനായി തന്റെ ആത്മാവിലൂടെ നമ്മെ ദൈവത്തിന്റെ വചനം നമ്മെ സമീപിക്കുമ്പോൾ അലക്ഷ്യമായിട്ടും അലസമായിട്ടും ശ്രദ്ധയില്ലാതെയും ഭക്തിയില്ലാതെയും
ഇരുന്നാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടതുപോലുള്ളതായ ഭീമമായ നഷ്ടങ്ങളാണ്. When the word of God is coming to us to build, grow and bless us, but if we don't pay attention and are unattentive, then we will be in the same situation as it was in Garden of Eden. ഞാൻ മനസ്സിലാക്കുന്നു ആ വിളിയുടെ മുൻപിൽ ഒരു അനുതാപ ഹൃദയമുള്ളവരായി വന്നിരുന്നെങ്കിൽ അതേ തന്നിങ്ങളെ തേടി വന്ന അന്വേഷിച്ചു വന്ന ദൈവം അവരെ വിടുവിക്കുമായിരുന്നു. But what I understand is, if to that call Adam and Eve would have come with a repentive heart, God would have definitely done something different. പക്ഷേ അവർ അരോഗന്റ് ആയിരുന്നു. അവർ ഈച്ച് അതർ ബ്ലെയിം ചെയ്യുന്നവരായി മാറി. അവർക്ക് ആയതിനാൽ ആ തോട്ടത്തിൽ നിന്ന് അവർക്ക് പുറത്തു പോകേണ്ടി വന്നു. But they were arrogant and started to blaming each other, so they had to go out of that garden. അനേകർ ചോദിക്കാറുണ്ട്, വളരെ വർഷങ്ങൾക്ക് മുൻപ് ബഹ്റിനിൽ ഒരു ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഒരു മേനോൻ സാറ് ദൈവവചനം പറയുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യമാണ്. There was a question I encountered back in Bahrain when I was ministering. Menon sir asked me this. ഇത്രയും സ്നേഹമുള്ള ദൈവമാണെങ്കിൽ ഏദൻ തോട്ടത്തിൽ ഇങ്ങനെ അവരെ സൃഷ്ടിച്ച് എല്ലാം കൊടുത്താക്കി ആശിപ്പിച്ചിട്ട് അവരെ പുറത്താക്കി കളയുമായിരുന്നു. If God is so loving, who gave everything to Adam and Eve, will that same God get rid of them from the Garden of Eden? പക്ഷെങ്കിൽ അന്ന് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ദൈവാത്മാവ് തന്ന ആലോചനയായിരുന്നു, God is always working upon his covenant. But that's when God gave me this message to tell him that God is always working upon his covenant. ഒരു റെസ്ട്രിക്ഷനോ ഡിസിപ്ലിനോ ഇല്ലാത്തതല്ല ജീവിതം. Life is not something where there is no restriction or discipline. നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിൽ പോലും എല്ലാറ്റിലും ഒരു സിസ്റ്റം ഉണ്ട്, അതിനൊരു ഓർഗനൈസ്ഡ് മാനർ ഉണ്ട്. അതിന് പ്രകാരം നാം പോയെങ്കിലേ മതിയാകൂ. Even if when we have things, everything has a system and order and we need to follow that. ഇന്ന് പ്രഭാതത്തിൽ ഒരു സന്ദേശത്തിൽ നിന്ന് കിട്ടിയ ഒരു ബ്രോക്കൺ പീസാണ്. അതിവിടെ ഇത് പറയേണ്ടി വരുമെന്ന് എനിക്ക് ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല, പക്ഷേ കോറിലേറ്റഡ് ആയിട്ട് വരുന്നു. നമ്മളൊരു നല്ല വാഹനം നമ്മുടെ കയ്യിൽ ഓടിക്കാൻ കിട്ടിയിരിക്കുകയാണ്. For example, if we have received a good vehicle to drive, ഇവിടെ നിന്ന് ഷെഫീൽഡ് വരെ നമ്മൾ പോകണം. and we need to go from here to Sheffield. വളരെ വിലപിടിപ്പുള്ളതായ മനോഹരമായ നല്ല ഫെസിലിറ്റീസ് ഉള്ള ഫീച്ചേഴ്സ് ഉള്ള വാഹനമാണ്. It is a costly car with good features. എന്നാൽ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഷെഫീൽഡ് ടൗൺ സെൻറ്റർ വരെ നമ്മൾ പോകുമ്പോൾ ഇൻ ബിറ്റ്വീനിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ എപ്പോഴെങ്കിലും നമുക്ക് പോകാൻ പറ്റുമോ? But if we start that vehicle from here and go to Sheffield, is there any place where we cannot apply brake and reach? ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ നാം പോവുകയാണെങ്കിൽ നമ്മുടെ പരിപാടി ജീവിതം തന്നെ തീരും. If we don't apply the brake, our life will be over. എന്തും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. And anything can happen to us or our lives. അപ്പോൾ നമ്മുടെ ജീവിതവും സാഹചര്യങ്ങൾ എത്ര മെച്ചപ്പെട്ടതായാലും ജീവിതത്തിൽ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ, ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ ജീവിക്കുന്നില്ലെങ്കിൽ, വളരെ സ്ലോ ഫേസിൽ നിന്നുകൊണ്ട് ദൈവശബ്ദം കേട്ടുകൊണ്ട് പാദങ്ങൾ മുൻപോട്ട് വെക്കുന്നില്ലെങ്കിൽ ആ യാത്ര അപകടകരമായ യാത്രയാണ്. No matter how settled our life and situations are, but if we don't live in the order and according to the word of God, then we are going into a disaster. ആദമിന് ശരിയായ ആലോചന ദൈവം കൊടുത്തതാണ്. അതിൽ നിന്നും ഇറസ്പോൺസിബിളായി പ്രവർത്തിച്ചു. എന്നാലും കരുണയുള്ള ദൈവം അവരെ തേടി വന്നു. പക്ഷേ അവർക്ക് ആ ദൈവശബ്ദത്തിന് ദൈവഹിത പ്രകാരം പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. Adam received the right counsel from God, but they were arrogant and irresponsible. But God still came searching for them, but they still did not respond to ഈ His call. ശുശ്രൂഷയുടെ അതിപ്രധാനമായ ഘട്ടത്തിലേക്ക് നാം വരികയാണ്. We have reached an important stage in this service now. വളരെ കോറിലേറ്റഡ് ആയി തുടക്കം മുതൽ ഈ ശുശ്രൂഷയെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. The Spirit has led this service in a very correlated manner so ഈ far. പ്രാർത്ഥനാ ശുശ്രൂഷ ആരംഭിച്ച ബിഗിനിങ് ആ പാട്ടിൽ തന്നെ കടന്നുവാ, യേശു നിന്നെ വിളിക്കുന്നു എന്നുള്ള പാട്ടാണ് നാം കേട്ടത്. Right from the time we prayed and started singing the song, "Come to me, Jesus is calling," it's all correlated. ഏത് വിധത്തിൽ മനം തകർന്നിരിക്കുന്ന സാഹചര്യമായാലും കടന്നുവാ, യേശു വിളിക്കുന്നു. No matter how troubled your hearts are, come to Jesus. Jesus is calling. ഇസ്രായേലിന്റെ ജീവിതത്തിൽ ആ തകർന്ന് തരിപ്പണമായി പോകേണ്ട സാഹചര്യത്തിൽ ദൈവം ഇടപെട്ടു, ദൈവം പ്രവർത്തിച്ചു, ദൈവം അവരെ സഹായിച്ചു. In Israel's time, when they were going to be shattered into pieces, God came and delivered them. അവൻ വാക്ക് പറഞ്ഞിട്ട് മാറിയില്ല.
He was someone who did speak but did not turn away from his promise. രക്ഷ വരുത്തുമെന്ന് പറഞ്ഞ ദൈവം താൽക്കാലിക രക്ഷയല്ല വരുത്തിയത്, അവരെ കൊണ്ടെത്തിക്കേണ്ട സ്ഥലം വരെയും ഉത്തരവാദിത്വത്തോടുകൂടി അവരെ പിന്തുടർന്നു. The God who promised deliverance did not give them a short one but a long one, an eternal deliverance. ഏലിയാവിന്റെ ശുശ്രൂഷയുടെ അതിപ്രധാനമായ ഒരു ഘട്ടമായിരുന്നു കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ. In Elijah's ministry, the service on the Mount of Carmel was a very important one. 400 ബാൽ പ്രവാചകന്മാരെയും ശിരച്ഛേദം ചെയ്ത് നിൽക്കുമ്പോൾ ഇസബെല് 24 മണിക്കൂറാണ് ഏലിയാവിന്റെ ജീവിതത്തിന് വിലയിട്ടത്. The 400 Baal's prophets were beheaded, but that's when Isabel puts 24 hours time for Elijah. മനസ്സ് മടിപ്പിക്കുന്ന സാഹചര്യത്തിലായിരുന്നു എലീജ. It was a time which weakened Elijah's heart. എന്നാൽ ഒരു ചെറിയ ശബ്ദം, a small voice, But there was a small voice, ഒരു ചെറിയ മഴയുടെ മുഴക്കം. and there was a small hearing of rain and thunder. ആ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഒരു മഴയുടെ മുഴക്കം. In that great trouble and crisis, a voice of rain and thunder. കൈപ്പത്തി പോലുള്ള ചെറിയ മേഘം. A cloud which is in the shape of a small palm. ഇന്ന് ഈ വചനങ്ങൾ നാം കേൾക്കുന്ന വളരെ പ്രൊഫറ്റിക്കലാണ്, ആവശ്യബോധത്തോടിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വചനമാണ്. Today the words we are hearing is very prophetical and for people who are listening earnestly. ഇന്നൊരു സഭായോഗത്തിൽ വന്നു എന്നുള്ളതല്ല, ഇന്നൊരു വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിച്ചു വന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ സന്ദേശം പരിശുദ്ധാത്മാവ് ഒരുക്കിയിരിക്കുന്നത്. It is not just that we have come to a Sunday service, but people who have come with a willing heart, God is going to deliver. എന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് എന്റെ ദൈവം ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന തന്റെ ജനത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ പകൽ സംസാരിക്കുന്നത്. All who are willing for a deliverance and asking God to come into their lives, Holy Spirit says God will work for them. പ്രിയമുള്ളവരെ, എലീജയെ ദൈവം നിരാശപ്പെടുത്തിയില്ല. And we can see God did not disappoint Elijah. ഇസ്രായേലിനെ കുതിർക്കുന്ന വലിയ മഴ അവിടെ പെയ്തിറങ്ങി. And there was a great rain for Israel that time. ഒരു സാഹചര്യവുമില്ലായിരുന്നു, പക്ഷേ പ്രകൃതിയുടെ ഉടയവൻ അത് ചെയ്തു. There was no possibility, but the creator of this nature did it. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ധൈര്യപ്പെടുക. Therefore today be strengthened. നമ്മൾ ആദ്യകാല ഏർലി ചർച്ചിലുള്ളതായ ഫസ്റ്റ് സെഞ്ചുറി ചർച്ചിലുള്ള എല്ലാ ദൈവമക്കളും പെർസിക്യൂഷനിലൂടെ കടന്നുപോയെങ്കിലും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അവർ ദൈവപ്രവൃത്തിയെ കാണുവാനിടയായി, ദൈവസഭയ്ക്ക് അടിസ്ഥാനമിടുവാനിടയായി. We know the early church went through a lot of persecution, but they stood firm in the Lord and saw great deeds and did great wonders for the Lord. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു സന്ദർഭമാണിത്. We are going to a situation where we are going to pray in the presence of the Lord. നിങ്ങളുടെ ഹൃദയം ഏറ്റവും അധികം കലങ്ങിയിരിക്കുമ്പോൾ, Even though your hearts are troubled today, എന്താകും നാളെ സംഭവിക്കാൻ പോകുന്ന നിശ്ചയമില്ലാതെ നിങ്ങൾ ഭാരപ്പെടുമ്പോൾ, you might be uncertain about tomorrow, what is going to happen tomorrow. ഓർക്കേണ്ട 3-4 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നാം പ്രാർത്ഥിക്കാൻ പോകുന്നു. There are few things we need to remember and pray. അബ്രഹാമിന്റെ ദൈവം, അവന് വേണ്ടി കരുതിയ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇന്നും ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മതിയായവനാണ്. The God of Abraham who provided and protected him is there to provide and protect you. വഴിയില്ലെന്ന് പറയുന്ന സ്ഥാനത്ത് മോശയുടെ മുൻപിൽ ചെങ്കടലിനെ വിഭജിച്ച ദൈവം അതേ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ ചെയ്യാൻ കഴിവുള്ളവനായി ഇവിടെ വന്നിട്ടുണ്ട്. When there was no way in front of Moses, the God who opened out ways and provided deliverance is here in our midst. ഒരു വഴിയും മുൻപിലില്ല എന്ന് ചിന്തിച്ച ദാവീദിന്റെ മുൻപിൽ ശക്തനായി 40 ദിവസം ഇസ്രായേലിന്റെ മുൻപിൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടുന്ന മല്ലനായ രാക്ഷസനായ ഗോല്യാത്തിനെ താഴെ വീഴ്ത്തിയ ദൈവത്തിന്റെ ശക്തിയും ഇടപെടലും ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. The God of David who helped him in that midst where the Goliath, the great giant, started challenging the people for 40 days is in our midst to work for us. പ്രിയമുള്ളവരെ, എന്നേക്കുമായി അടച്ചു കളയാം, എന്നേക്കുമായി ദൗത്യ നിർവഹണത്തിൽ നിന്ന് മാറ്റി നിർത്താം എന്ന് ചിന്തിച്ചുകൊണ്ട് പൗലോസിനെ കാരാഗൃഹത്തിൽ അടച്ചു. എന്നാൽ ആ കാരാഗൃഹ വാതിലുകളെ ഹല്ലേലൂയ തുറപ്പിച്ചതായ ദൈവത്തിന്റെ കരം ദൈവപൈതലിന് വേണ്ടി വാതിലുകൾ തുറപ്പിക്കുവാൻ ഇവിടെ വന്നിട്ടുണ്ട്.
They thought they will bound Paul and bring him away from his objectives, but the Lord who delivered him out of all the troubles and prisons is here in our midst. പ്രിയമുള്ളവരെ, കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. That's why Jesus is telling you, let your hearts not be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. Let your hearts not be troubled. ദൈവത്തിൽ വിശ്വസിക്കുക. Believe in God. യേശു കർത്താവിൽ വിശ്വസിക്കുക. Believe in Jesus. അവന്റെ വചനത്തിൽ വിശ്വസിക്കുക. Believe in his words. തന്റെ ഭക്തരിൽ അവൻ ചെയ്ത പ്രവർത്തികളിൽ വിശ്വസിക്കുക. Believe in the works he did in the midst of his saints. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. Can we all stand in the presence of the Lord? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. This is a time to pray in the presence of the Lord. ഹല്ലേലൂയ. ദയവായിട്ട് കൊയർ ഒരു നിമിഷത്തേക്ക് മുൻപിലേക്ക് വരണം. ഹല്ലേലൂയ. വലിയ ദൈവപ്രവൃത്തി നമ്മുടെ മധ്യത്തിൽ അവൻ ചെയ്യും. He's going to do great things in our midst. നമ്മുടെ കലങ്ങിയിരിക്കുന്ന ഹൃദയത്തിന്റെ അവസ്ഥകൾക്ക് അവൻ ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു. He's going to change the troubled heart situation in our lives. ദൈവ പൈതൽ ഈ സമയത്തെ ഉപയോഗപ്പെടുത്തണം. Everyone should make use of this time. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനെ സ്വാഗതം ചെയ്യണം. Let us welcome the dealings of the Holy Spirit. ഇതെനിക്ക് വേണ്ടി എൻ്റെ ദൈവം തുറന്നിരിക്കുന്ന വാതിൽ എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. This is the way the Lord has opened for me. With that belief, let us start നിങ്ങളുടെ praying. ഹൃദയത്തിന്റെ അവസ്ഥകളെ പൂർണ്ണമായും അറിഞ്ഞ് പ്രവർത്തിക്കാൻ ഒരു അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ദൈവം ഇന്നിവിടെ ഇറങ്ങി വന്ന് നമ്മോട് ഇടപെടുകയാണ്. A God who completely understands the situation of your heart has come down here to work for you. കണ്ണീരെല്ലാം തുടയ്ക്കുന്ന ദൈവം. He's a God who will wipe away all our tears. കാർമേഘം പോലെ കൂരിരുൾ ജീവിതത്തിന് മുൻപിൽ ഉയർന്നു വന്നാലും അവയെ അകറ്റിക്കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. Even though the dark clouds may come and darken your lives, He will remove it from your lives and do wonders for you. നാം ഒരു പാട്ടിന്റെ ചില സ്റ്റാൻസുകൾ പാടുമ്പോൾ ചേർന്ന് പാടി നമ്മെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം. Sing and prepare our hearts to pray. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, Jesus is calling. യേശു വിളിക്കുന്നു. പ്രിയമുള്ളവരെ, ഓർക്കുക, നാം ഇന്ന് ഈ ആരാധനയിൽ കേട്ടു, കുരുടൻ നിലവിളിച്ചപ്പോൾ യേശു നിന്നു. Today we heard in the message when the blind man cried out, Jesus ഹന്ന stood. കരഞ്ഞപ്പോൾ യേശു ദൈവം പ്രവർത്തിച്ചു. When Hannah cried, God did wonders for her. ഇത് വളരെ വളരെ ക്രമീകൃതമായി ദൈവാത്മാവ് നമ്മെ ദൈവശബ്ദം കേൾപ്പിക്കുകയാണ്. Today the Spirit is speaking clearly and bringing His message to us. വിടുതൽ അനുഭവമാക്കാതെ ആരും ഇന്ന് ഈ ആലയത്തിൽ നിന്ന് പോകരുത്. Let none of us depart from here without ദൈവത്തിന്റെ experiencing a സങ്കടവുമായി നീ deliverance. മടങ്ങി പോകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല. God does not want you to take away your sorrow നീ with you again. വന്നതുപോലെ പോകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല. God is not wanting you to go the way ഒരു Satan മാറ്റം came. വരുത്തി വിഷയങ്ങൾക്ക് മാറ്റം അത്ഭുതങ്ങൾ ചെയ്ത് നിന്നെ ബലപ്പെടുത്തി അയക്കാൻ അവൻ He ആഗ്രഹിക്കുന്നു. wants to transform you and strengthen you and you depart from here. നമുക്ക് ചേർന്ന് പാടാം. കൺമണി പോലെ കാക്കും കണ്ണീരെല്ലാം തുടയ്ക്കും. കൺമണി പോലെ കാക്കും കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും ഞാൻ. കാർമേഘം പോലെ
കൺമണി പോലെ കാക്കുന്ന, കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ കാക്കുന്ന ദൈവം ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിൽ ആഗതനായി കടന്നു വന്ന് നമുക്ക് വേണ്ടുന്ന ആലോചനകൾ നൽകി നമ്മെ ധൈര്യപ്പെടുത്തി നമ്മോട് ഇടപെടുന്ന സന്ദർഭമാണിത്. ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ടൊരു ദൈവപ്രവർത്തിക്കായി ഏൽപ്പിച്ചു കൊടുത്ത് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
1 മിനിറ്റ് മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്, പ്രാർത്ഥിക്കുവാനുള്ള സമയം. ദൈവജനം ഹൃദയത്തെ ഏകാഗ്രമാക്കി കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഓ സ്തോത്രം പ്രസംഗിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ പരിശുദ്ധാത്മാവെന്നോട് പറയുന്നു, നിന്റെ ഭാരത്തെ ദൈവസന്നിധിയിലേക്ക് വെച്ചുകൊണ്ട് നീ പറഞ്ഞാൽ നിനക്ക് വിടുതലാണ്. ആ പ്രയാസത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് യേശുവിലൂടെയുള്ള ഒരു വിടുതലിനായി നീ പ്രാർത്ഥിച്ചാൽ വിടുതലാണെന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കണ്ണീര് തുടയ്ക്കുന്നവനായ ദൈവം, ഭാരങ്ങളെ അകറ്റുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ കണ്ണീര് തുടച്ച് ആശ്ലേഷിച്ച് സന്തോഷത്തോടെ നിങ്ങളെ അയക്കുന്ന അത്ഭുതകരമായ പ്രസൻസ് അനുഭവമാക്കുക. ഒരുപക്ഷെ നിങ്ങൾക്കൊന്നും കാണാൻ കഴിയുന്നില്ലായിരിക്കും, പോസിറ്റീവായി ഒന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ലായിരിക്കും. പക്ഷേ അവൻ്റെ ഹൃദയത്തെ തിരിച്ചറിയുക, അവൻ്റെ കരുണയുള്ള ഹൃദയത്തെ തിരിച്ചറിയുക, നമ്മെക്കുറിച്ചുള്ള അവൻ്റെ പദ്ധതിയെ തിരിച്ചറിയുക. ഈ പകൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, നന്ദിയോടെ തിരുനാമത്തിന് മഹത്വം കരേറ്റുന്നു. കർത്താവേ, നിന്റെ ജനത്തോട് നീ അവിടെ നിലപെട്ട ദൈവ ശബ്ദത്തിനായി സ്തോത്രം. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റപ്പെടാത്ത ശക്തമായ ദൈവവചനം നീ അവിടെ ഞങ്ങളുടെ മധ്യത്തിൽ നൽകിയല്ലോ. ഈ പകൽ പ്രാർത്ഥിക്കുന്നു, ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് പകർന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുകയാണ്. അസാധാരണമായ ദൈവകൃപയുടെ ശക്തി, അസാധാരണമായ ദൈവകൃപയുടെ ചൈതന്യം നിന്റെ മക്കൾ അനുഭവമാക്കട്ടെ. ഇപ്പോൾ തന്നെ ദൈവികമായ ചില വിടുതലുകൾ സംഭവിക്കട്ടെ. കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റുന്ന, സങ്കടക്കടലിനെ മാറ്റുന്ന, അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന, ശത്രുവിന്റെ മുൻപിൽ മേശയൊരുക്കുന്ന ആ ദൈവപ്രവൃത്തി നിന്റെ മക്കൾ അനുഭവമാക്കട്ടെ. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ഓ വിടുതലുകൾ, വിടുതലുകൾ നടക്കുന്നു. നഷ്ടപ്പെട്ടതിനെ മടക്കി കൊടുക്കുന്ന ദൈവപ്രവൃത്തികൾ സംഭവിക്കുന്നു. ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ജനത്തിന് ദൈവം തന്നെ വിടുതലിന്റെ കരം നീട്ടുന്നു. അദൃശ്യ മണ്ഡലങ്ങളിൽ ദൈവപ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു. അദൃശ്യ മണ്ഡലങ്ങളിൽ ദൈവ പൈതലേ, നിനക്ക് വേണ്ടി അവൻ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു. ഓ ക്രൂരമായി നിനക്ക് വേണ്ടി നിന്നോട് ഇടപെടുന്ന ചില മനസ്സുകളെ അവൻ ശാന്തമാക്കുന്നു. വളരെ ക്രൂരതയോടുകൂടി നിന്നെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില വെല്ലുവിളികളെ അവൻ ശാന്തമാക്കുന്നു. ക്രബാല പ്രബാല അർത്ഥാല ഐഷാധാര പ്രബൽ ഖമാല ഷൈനാ ധേരുയാല വർഖമനഗസ്യാല. ഓ രോഗഭയത്തില്, രോഗഭയത്തില്, രോഗഭയത്തിൽ നീ ആയിരിക്കുന്നു. ആ രോഗക്കെടുതികളെ അവൻ അഴിച്ചു മാറ്റുന്നു. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ക്രമാല ശൈതല ക്രമല ശൈതല നിരാതല അർഘമന ഘടക സന്തൽ പ്രൗഢ രഹസ്യ. പ്രതികൂലങ്ങളെ വകഞ്ഞു മാറ്റി അനുകൂലത്തിലേക്ക് തന്റെ ജനത്തെ നടത്തുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിൽ സംബന്ധിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നീട് ഈ സന്ദേശം കേൾക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ദൈവിക ഇടപെടല് കർത്താവ് അയക്കുന്നതിനായി നന്ദി. കാർമേഘപൂരിതമായ ജീവിത അനുഭവങ്ങൾക്ക് ഒരറുതി കർത്താവ് വരുത്തുന്നതിനായി സ്തോത്രം. ദൈവമേ, എത്രത്തോളം ഞാൻ ഇങ്ങനെ പോകും? എനിക്ക് ശക്തിയില്ല, എനിക്ക് ബലമില്ല, എനിക്ക് കഴിവില്ല, എന്നെ കൊണ്ട് ഇത് കഴിയത്തില്ല എന്ന് നീ പറയുന്നു. ആത്മാവ് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുന്നു, നിന്നെ കൊണ്ട് ബഹുദൂരം യാത്ര ചെയ്യിപ്പാൻ എനിക്ക് പദ്ധതിയുണ്ട്.
നിന്നെക്കുറിച്ച് ലോങ് ടേമിലുള്ളതായ പദ്ധതികൾ എനിക്കുണ്ട്. നീ ഇവിടെ അവസാനം കാണുമെങ്കിൽ, ഓ സ്തോത്രം, ഞാൻ എൻ്റെ പ്രവൃത്തി നിന്നിൽ വലിയ നിലയിൽ പൂർത്തീകരിക്കുമെന്ന് ദൈവാത്മാവ് പ്രവചിക്കുന്നു. ഓ റേഖൽ ഖമാന തരാതര അർഖല ശതല പ്രൗഢവൽഖരാദിയ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഓ ശന്ന റബൽ ഖമന ഘടകസ്യാല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നീ വലിയവ ചെയ്യുന്നതിനായി നന്ദി. നിന്റെ ജനത്തെ നീ അനുഗ്രഹിച്ചിരിക്കയാൽ നന്ദി. വചനം കൊണ്ടും നിന്റെ പ്രവൃത്തി കൊണ്ടും നീ നിന്റെ ജനത്തെ അനുഗ്രഹിച്ചിരിക്കയാൽ നന്ദി. ഓ ശൽബർഖമന, ചില പുതിയ പ്രവൃത്തികൾ, ചില പുതിയ പ്രവൃത്തികൾ, അബ്രഹാമിനും സാറയ്ക്കും വേണ്ടി ചെയ്ത ചില പ്രവൃത്തികൾ രൂപപ്പെടുന്നു. ഓ ചില സൃഷ്ടിപ്പുകൾ നടക്കുന്നു. ഓ ചില ക്രിയേഷനുകൾ ഉരുവിടുന്നു. ഓ ചില വഴികൾ രൂപപ്പെട്ടു വരുന്നു. ഓ ദൈവത്തിന്റെ വഴികൾ തന്നെ ജനത്തിനു വേണ്ടി ഓ ഒരുങ്ങി വരുന്നു. ശലാറ ലഖാന അറാൽ ബാര ഖവാല ശാന്തല ബൗദവര. ഓ ദൈവപ്രവൃത്തി, ദൈവപ്രവൃത്തി. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ശ്രേഷ്ഠമായ സാക്ഷ്യങ്ങളെ നീ കേൾപ്പിക്കുന്നതിനായി സ്തോത്രം. Going to deliver great testimonies, therefore we thank you, Lord. Thank you, Jesus. Thank you, Lord. Thank you, Father, for this wonderful time you have given us, Lord. For the blessed message you have given us through your servant, Lord Jesus. You are a God who sees our troubled hearts, our troubled situations, Lord Father. We thank you for your assurances, for your strength you have put in our lives, Master. Today we recommit our lives, Lord. We come to you with a heart of repentance, Lord Jesus, to completely trust in you, to understand the thoughts of your hearts, and not to focus on our situation, but to focus on your strength in our lives, Master. For that we yield and surrender completely, Master. We surrender everyone today into your hands, Lord. The rest of the time also we give into your hands. Thank you, Lord, for hearing our prayers. In Jesus' name I pray.